ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം പയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് മുളച്ചോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ മുളച്ചിട്ടില്ല കേട്ടോ. മൂന്നും മുളച്ചിട്ടില്ല. മൂന്നെണ്ണമാണ് നട്ടത്, മൂന്നും മുളച്ചിട്ടില്ല. അപ്പോൾ അത് എന്തായിന്ന് അറിയാൻ വേണ്ടി തോണ്ടിയപ്പോൾ തന്നെ കിട്ടി. പക്ഷെ അത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇച്ചിരി വീർത്ത് വന്നിട്ടുണ്ടല്ലോ, അത് മറ്റൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം ഞാൻ ആ കുഴിയിൽ തന്നെ ഒന്നുകൂടി കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്ത് ഇച്ചിരി മണ്ണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടു. അതുപോലെ തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് മുളക്കുമെന്ന് നോക്കാം. ഇനി പിന്നെ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് രണ്ടെണ്ണം നോക്കിയപ്പോൾ ഒരെണ്ണം മുക്കാലല്ല, ഒരു ഇച്ചിരി ഭാഗം മാത്രം ഉറുമ്പ് അവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ബാക്കി മൊത്തം ഉറുമ്പൊക്കെ കഴിച്ച് തീർത്തു. കുഞ്ഞു ഉറുമ്പ് അതിക്കടയൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തം കഴിച്ച് തീർത്തിട്ട് അതിൻ്റെ ഇച്ചിരി പോർഷൻസ് അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി മറ്റേത് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഏത് സർക്കിളിലാണ് നട്ടേന്ന് ഓർക്കുന്നില്ല. അതിനി അവിടെ ഉണ്ടാവുമായിരിക്കണം. ഉണ്ടാവാതെ എവിടെ പോവാനാ, അവിടെ തന്നെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മുടെ ഉറുമ്പ് കഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ചാമ്പക്കയുടെ വിത്തുകൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാമ്പക്കയുടെ വിത്തുകൂടി നടാമെന്ന് കരുതി. ബാക്കി സർക്കിൾ എന്തായാലും ബാലൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വിത്ത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ വെണ്ടയുടെ വിത്താണ്, പക്ഷേ ഇത് ചാമ്പക്കയുടെ വിത്താണ്. 2-3 ദിവസമായി എടുത്ത് വെച്ചിട്ട്. അതാണ് ചെറിയായിട്ടൊരു പൂപ്പലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് നട്ടു നോക്കാം, ചിലപ്പോൾ മുളച്ചാലോ. മുളച്ചാൽ ചാമ്പയുടെ തൈയുമായല്ലോ. ചാമ്പയുടെ തൈയായി, പയറിൻ്റെ തൈയായി. പയറിൻ്റെ തൈയല്ല അല്ലേ, പയർ ചെടി. ചെടിയുമല്ല, പയർ തൈ. പയർ തൈയാണോ ചെടിയാണോ എനിക്കിതിൽ വലിയ ധാരണയില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ ആ ചാമ്പയുടെ വിത്തൊക്കെ നട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണൊക്കെ വിതറി നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. ഇത് റാഹയുടെ ടൂത്ത് ബ്രഷിൻ്റെ ബോക്സ് ആയിരുന്നു കേട്ടോ, കുഞ്ഞിലുള്ള ടൂത്ത് ബ്രഷിൻ്റെ. അപ്പോൾ ഇതാണ് എൻ്റെ വിത്തിൻ്റെ പെട്ടി. അപ്പോൾ നമുക്കതിൽ ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മുളയ്ക്കുന്നുണ്ടെങ്കിൽ മുളയ്ക്കട്ടെ. ബൈ.